ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്, എൻ്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഏകദേശം 320 കിലോമീറ്ററുകളോളം ഉണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ. ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്താൽ എനിക്ക് വീട്ടിൽ ടൈം ട്രാവലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പുതിയ സ്ഥലത്തേക്ക് പെട്ടെന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയുമെന്ന് കരുതി. അങ്ങനെയല്ലേ? ഹൈപ്പർ ലൂപ്പ് വേറെ തന്നെയാണ്. ഒരിക്കലും അല്ല, ടൈം ട്രാവൽ അല്ല ഇത്. നമ്മുടെ സമയത്തിനൊക്കെ വില കൽപ്പിച്ച് നോക്കൂ, സെക്കൻഡ്സിന് പോലും വിലയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയത്തിനൊക്കെ ലാഭിക്കാൻ വേണ്ടി വളരെ അധികം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ 8 മണിക്കൂർ യാത്രയൊക്കെ പുഷ്പം പോലെ 30 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. മദ്രാസ് IITയിലെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിലാണ് ഒരു 410 മീറ്റർ ട്രാക്ക് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ചൈനയിലും ഈ ജപ്പാനിലൊക്കെയുള്ള മാഗ്ലവ് ട്രെയിനുകൾ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിപ്പോ എങ്ങനെയാണ് പ്രാവർത്തികമാകുക എന്നുള്ളതാണ് ഒരു സംശയം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ദേ ഭാരതിനൊക്കെ എളുപ്പത്തിൽ ഗുഡ് ബൈ പറയാമല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇത് പരീക്ഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ ഒരു 100 മീറ്റർ മാത്രമായിരിക്കും ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് മാക്സിമം എന്ന് പറയുന്നത് 600 കിലോമീറ്റർ വേഗതയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്നിരുന്നാലും വന്ദേ ഭാരതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.